ഞാനിന്ന് നിൽക്കുന്ന സ്ഥലം മനസ്സിലായോ? ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിലാണ് കേട്ടോ. അഞ്ചുതെങ്ങ് ഫോർട്ടിനകത്താണുള്ളത്. അപ്പോൾ നമ്മളിന്നൊരു വീഡിയോ എടുത്തിട്ട് വരുന്ന വഴിക്ക് ഒരു കണ്ടൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ കയറിയതാണ്. ഈ ഫോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഫോർട്ടാണ്. 1697 ഒരു കലാപം ഉണ്ടായി. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യമായിട്ടുണ്ടായ ഒരു കലാപം എന്ന് പറയുന്നത് ഈ അഞ്ചുതെങ്ങ് കലാപമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആറ്റിങ്ങൽ റാണിമാരാണ് ഈ ഒരു സ്ഥലം, അതായത് ഈ സ്ഥലത്ത് കോട്ട പണിയാനായിട്ടൊക്കെ ബ്രിട്ടീഷുകാർ പെർമിഷൻ കൊടുത്തത്. അപ്പം വീണ്ടും ഇവിടെ ഒത്തിരിയധികം പെർമിഷൻസ് ബ്രിട്ടീഷുകാർ കൊടുത്തപ്പോൾ നാട്ടുകാർക്കെല്ലാം കൂടി ഒന്ന് ഹാലളയി അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ ഉണ്ടായ കലാപമാണ് ഈ ആറ്റിങ്ങൽ കലാപം. അപ്പോൾ അത് നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ളായിട്ടിപ്പോൾ നമ്മുടെ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് ഈ അഞ്ചുതെങ്ങ് ഫോർട്ട്. അപ്പം നമ്മൾ ഈ വർക്കലയൊക്കെ പോകുന്ന വഴി, പെരുമാതുറ എന്ന് വർക്കല പോകുന്ന വഴി ബീച്ച് റോഡ് വഴി വരുവാണെങ്കിൽ നമുക്ക് ഇടത് സൈഡിലായിട്ട് ഈ ഫോർട്ട് കാണാൻ പറ്റും. നമ്മുടെ തീരദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഫോർട്ടാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ശനി ഞായർ, അതായത് 22, 23 തീയതികളിൽ നമ്മൾ കൊല്ലം, കൊട്ടാരക്കര ഈ റൂട്ടുകളിലേക്ക് 1-2 പരസ്യങ്ങൾ ചെയ്യാം. അതായത് വസ്തു വിൽപ്പനയ്ക്കുള്ളതിൻ്റെ പരസ്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ ആ റൂട്ടിൽ ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ പ്രോപ്പർട്ടീസ് വിൽപ്പനയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ചാനലിലൂടെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ വരുന്ന ദിവസം നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ വന്ന് വിസിറ്റ് ചെയ്ത് അതിനെക്കുറിച്ച് വീഡിയോ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ചെയ്യുന്നതിന് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഫീസും കാര്യങ്ങളും ഉണ്ടാകും. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡയറക്റ്റ് ഓണർ സെയിൽ എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ ചാനലിലൂടെ ഇപ്പോൾ കൂടുതൽ വീഡിയോസും നല്ല രീതിയിൽ റീച്ച് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വന്ന് വീഡിയോ ചെയ്യുന്നതിൻ്റെ ചിലവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലാണ്ട് വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഡയറക്റ്റ് ഓണറും ഒരു കസ്റ്റമറും തമ്മിൽ നേരിട്ടുള്ള ഡീലിങ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ സുഗമമായിട്ട് പോകും കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന ആൾക്ക് ഇടയ്ക്കൊരു ബ്രോക്കറേജ് ഒഴിവാക്കുക എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ പെട്ടെന്ന് സെയിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ഈ ഡയറക്റ്റ് ഓണർ സെയിൽ എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ കുറേ പേര് പറയും, അപ്പം നീ ബ്രോക്കറല്ലേ? ഞാനും ബ്രോക്കറാണ്. അത് നമ്മൾ നേരത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഒരു ഡയറക്റ്റ് ഓണർ സെയിൽ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി വരുമ്പോൾ അവർക്ക് നേരിട്ട് കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ പിറകെ നടന്നു. കാരണം നമ്മളൊരു പ്രോപ്പർട്ടി സെയിലിനിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 20-30 പേരൊക്കെ ആയിരിക്കും ഈ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ വരുന്നത്. ഓരോ തവണ ഇതിൻ്റെ ആൾക്കാർ വരുമ്പോൾ നമ്മൾ നേരിട്ട് കൊണ്ടുവന്ന് കാണിക്കണം. അപ്പോൾ അതിൻ്റെ പിറകെ നിൽക്കണം, അതൊരു ചടങ്ങാണ്. പക്ഷേ നമുക്ക് സെയിൽ നടക്കാൻ ചാൻസ് കൂടുതലാണ് ഈ ഡയറക്റ്റ് ഓണർ സെയിലിൽ. മറ്റേതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു അവസരം ഇല്ലാണ്ടുള്ള കണ്ടീഷനിൽ നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള പ്രോപ്പർട്ടീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഏജൻറ്റായിട്ട് നിന്ന് സെയിൽ നടത്താറുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കമ്മീഷൻ കറക്റ്റായിട്ടുള്ളത് നമ്മൾ പറയുന്നുണ്ടാവും. നോർമലി 3% കമ്മീഷനാണ് നമ്മളതിൽ ചാർജ് ചെയ്യുന്നത്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ടിൽ നിങ്ങളുടെ ഈ ഒരു സെയിൽ വിൽപ്പനയ്ക്കുള്ള കാര്യം 4 ആളിലേക്ക് അറിയും. നമുക്ക് ഏതൊരു കാര്യം അത് തന്നെയാണ്, നമ്മൾ ഏതൊരു പ്രോഡക്റ്റും പോലെ തന്നെയാണ്. നമ്മുടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് 4 ആളിലേക്ക് അറിയിക്കുകയാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ കൊല്ലം, കൊട്ടാരക്കര ഈ റൂട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നേരത്തെ ഇന്നും നാളെയായിട്ട് നമ്മളെ വിളിച്ചറിയിക്കുന്നവരെ നമ്മൾ അതിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അതായത് ആ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ ഒന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ.